ഹലോ. ആ, നമ്മൾ ഇന്നലത്തെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇന്നലെ വർക്കൗട്ട് ചെയ്യാനുള്ള പറഞ്ഞിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ വർക്കൗട്ട് ചെയ്തു, പിന്നെ ആ സീൻ വരില്ല. വർക്കൗട്ട് രാവിലെ തന്നെ കഴിയുകയാണെങ്കിൽ പിന്നെ ബാക്കി എനിക്ക് വലിയ പണി വരില്ല. നമുക്ക് നൈറ്റ് ആയാലും സിമ്പിളായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വർക്കൗട്ട് കഴിഞ്ഞു, അപ്പോൾ ആ പണി കഴിഞ്ഞ് രാവിലെ തന്നെ. അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ വർക്കൗട്ട് ചെയ്തപ്പോൾ ക്ഷീണം ഭയങ്കരമായിട്ട് കൂടി. ഒന്നാമത് ഉറക്ക ക്ഷീണം മൊത്തമായിട്ട് മാറിയുണ്ടായില്ല. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഒന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി, ഒന്ന് സെറ്റായി. പിന്നെ അതിന് ശേഷം നമ്മൾ ജേണൽ എതിർന്നിട്ട് ജേണൽ അത് കുഴപ്പമുണ്ടായില്ല. ആഹ് മറ്റേ ബുക്കില്ലാത്തതുകൊണ്ട് ഇവിടെയുള്ള ബുക്കിൽ ഞാൻ ചെയ്തത് തോട്ട്സ് ഒക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആയി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇന്ന് 21 നമ്മൾ പൊതുവെ വീക്ക്ലി റിവ്യൂ ചെയ്യാനുള്ള ദിവസമാണ്. ഞാൻ വീക്ക്ലി റിവ്യൂ നാളെ മറ്റന്നാളായിട്ട് ചെയ്യാം. അപ്പോൾ ആലോചിക്കണം, നോക്കട്ടെ കേട്ടോ. ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. വേറെ ഒന്നല്ല, ഞാൻ മൊത്തത്തിൽ ഇന്നൊരു സെറ്റായിട്ടില്ല. തോട്ട്സ് ഒക്കെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് ചെയ്യാന്ന് വെച്ചിട്ടാണ്, വേറെ ഒന്നല്ല. ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ജേർണലിങ് കഴിഞ്ഞു. അതിനുശേഷം ബുക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇന്നലെ വായിച്ചെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലപ്പോൾ, കൗണ്ട് ഓഫ് മോണ്ടെ ക്രിസ്റ്റോ എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടുണ്ടായി ഞാൻ. ആ ബുക്ക് ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഒറിജിനൽ കോപ്പി അല്ല, എൻ്റെ ഉണ്ടായിരുന്ന ബുക്കാണ്. എനിക്ക് ബുക്ക് വാങ്ങാൻ പറ്റിയില്ല, അപ്പോൾ ഉള്ള ഒരു ബുക്ക് ഇരുന്ന് വായിച്ചാണ്. അതിന്റെ ഒറിജിനൽ കോപ്പി അല്ല, അത് എനിക്ക് തോന്നുന്നു ഒരു സമ്മറി പോലെ തോന്നുന്നുണ്ട്. അതായത് ജസ്റ്റ് കഥ എന്താന്നുള്ള രീതിയിൽ പറയുന്ന ഒരു ബുക്കാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ വായിച്ചു, എനിക്ക് ജസ്റ്റ് കഥ മൊത്തം അറിഞ്ഞാൽ നമുക്ക് വായിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി പോകില്ല. അപ്പൊ ഞാൻ പിന്നെ വായിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം ഇന്നലെ നമ്മൾ ചലഞ്ച് കമ്മിറ്റ് ചെയ്യാണ്ട് വായിച്ചു, ഒരു 20 പേജോളം വായിച്ചു. ആഹ് പിന്നെ ഇന്ന് ഞാൻ അത് വായിക്കേണ്ട, ബുക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ചു. ബുക്ക് വാങ്ങിക്കാനായിട്ട് പോയി നമ്മൾ. ബുക്ക് വാങ്ങിക്കാനായിട്ട് ഇവിടെ അടുത്തൊരു കടയുണ്ട്, അവിടെ പോയെ. എനിക്ക് അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആഹ് അവിടെ ആൾക്കാരുണ്ടായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ടാണ് തോന്നുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ ബുക്ക് തപ്പിയപ്പോഴേ എനിക്ക് നല്ല ബുക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞതിന് മുന്നേ പോയപ്പോൾ ഉണ്ടായിരുന്ന കളക്ഷൻസ് തന്നെയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. വേറെ പുതിയ കളക്ഷൻസ് അധികം ഉണ്ടായിരുന്നില്ല. ഞാൻ കുറെ നേരം തപ്പി. എനിക്ക് കുറെ ബുക്കുകൾ പെട്ടെന്ന് കുറെ വായിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ കിളി പോകാറുണ്ടെങ്കിൽ, അതുപോലെ കിളി പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രോസസ് ആവാറില്ല. ഞാൻ ആ സിറ്റുവേഷൻ നിൽക്കായിരുന്നു. ഞാൻ അവിടുത്തെ ആളുടെ ചോദിച്ചു, ചേട്ടാ പുതിയ ബുക്സ് എല്ലാം ഉണ്ടോന്നുള്ള ചോദിച്ചപ്പോൾ ആൾ എനിക്ക് ഇങ്ങനെ കുറെ ബുക്സ് ഒക്കെ കാണിച്ചു തന്നു. ഞാൻ അങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് കിളി പോയി, മതി പിന്നെ എപ്പോഴെങ്കിലും നോക്കാന്നുള്ള രീതിയിലായി. പിന്നെ അവസാനം ഒരു ബുക്ക് എടുത്തു. അവസാനം ഒരു ബുക്ക് എടുത്തപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ആ ഒരു ഫ്ലോ കിട്ടിയില്ല വായിച്ചപ്പോൾ. ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് എടുക്കാനൊരു ക്യൂരിയോസിറ്റിയാണ്. അല്ല, ക്യൂരിയോസിറ്റി ഇല്ല, ഒരു ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ആ ഫ്ലോ അങ്ങോട്ട് സെറ്റ് ആയില്ല. അപ്പോൾ ഞാൻ എടുക്കണ്ടേന്ന് ഡബിൾ മൈൻഡായി. പിന്നെ കുറച്ച് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു കുഴപ്പമുണ്ടാവില്ല, സെറ്റ് ആയിക്കോളെന്ന് ചോദിച്ചിട്ട് ഞാൻ ആ ബുക്ക് എടുത്തു. അതിന്റെ ബുക്ക് ബില്ല് ചെയ്തു, വാങ്ങിച്ചു പോന്നു. അതിനുശേഷം നമ്മൾ വന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്തു. മെഡിറ്റേഷൻ വലിയ കുഴപ്പമുണ്ടായില്ല. മെഡിറ്റേറ്റ് കുറച്ചധികം നേരം ചെയ്തു നിന്ന്. അപ്പോൾ ഒന്ന് അത്യാവശ്യം മൊത്തത്തിൽ കാമായി, കുഴപ്പമില്ല. ഞാൻ ബുക്ക് എടുത്ത് വായിച്ചു നോക്കി. ബുക്ക് എടുത്ത് വായിച്ചപ്പോൾ ഇഷ്ടമായി. ഞാൻ വിചാരിച്ച പൊട്ടത്തരാകും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നുള്ള, കംപ്ലീറ്റ് ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും എന്നുള്ള വിചാരിച്ചാൽ ഞാൻ അടുത്ത ബുക്ക്. പക്ഷെ ഇവിടുന്ന് വായിച്ചപ്പോൾ എനിക്ക് സാധനം ഇഷ്ടമായി. ആ ഒരു ഫ്ലോ കിട്ടി. പിന്നെ ഞാൻ ബുക്കിനെ പറ്റി കുറച്ചൊന്ന് നോക്കിയായിരുന്നു. അപ്പം എനിക്ക് സാധനം ഇഷ്ടമായി, വായിച്ചു തുടങ്ങി. 10-20 പേജ് ഇപ്പം തന്നെ ഞാൻ വായിച്ചു. ചലഞ്ച് അങ്ങനെയൊക്കെ റീഡിങ്ങും കഴിഞ്ഞു. 4 ചലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ വിഷമം അങ്ങോട്ട് തീർത്തിട്ടുണ്ട്. 4 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബുക്കിന്റെ പേര് 40 റൂൾസ് ഓഫ് ലവ്. നിങ്ങൾ മിക്കവാറും കണ്ടുണ്ടാവും. എലിഫ് ഷഫാഖ്. ഞാൻ ആളെ പറ്റി കേട്ടിട്ടില്ല. എനിക്ക് ഈ ബുക്കിനെ പറ്റി വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ ചേട്ടൻ എടുത്താന്നുകൊണ്ട് ഞാൻ നോക്കി. ഈ ബുക്കിന്റെ കോപ്പി ഞാൻ കണ്ടിരുന്നു, പക്ഷെ എനിക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ അങ്ങനെ വായിക്കണം എന്ന് തോന്നി ഉണ്ടായില്ല. ആൾക്കാർ പറഞ്ഞത് ശരിയാ, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്നത് വളരെ ശരിയെന്ന് എനിക്ക് മനസ്സിലായി. കവറ് നല്ല കളർഫുള്ളാണ്. നല്ല മറ്റേ മുഗൾ ടൈമിലത്തെ ആ ഒരു കളർ, മുകളല്ല, ആ ഒരു ടൈമിൽ കളർ. എനിക്ക് ആ സംഭവം അങ്ങനത്തെ കളർഫുൾ തീമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഞാൻ എടുത്ത് വായിച്ചു നോക്കി ഉണ്ടായില്ല. എനിക്ക് ആ ചേട്ടൻ എടുത്ത് കൈ വെച്ചതുകൊണ്ടാണ്. ആളൊരു 6-7 ബുക്ക് എടുത്ത് കയ്യിൽ വെച്ചു. ഞാൻ ഓരോന്ന് വായിച്ച് മാറ്റി വായിച്ചു. പക്ഷെ ഇത് വായിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം, ഞാൻ പറഞ്ഞില്ല അപ്പൊ വലിയ കുഴപ്പമുണ്ടായില്ലെന്നുള്ളൂ, പക്ഷെ ഇപ്പോൾ വായിച്ചപ്പോൾ ഇഷ്ടമായി. ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്നത് ശരിയാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആരുടെയൊക്കെ ചോദിച്ചു നോക്കാം, ചിലപ്പോൾ അത് നൈസായിരിക്കാം. അങ്ങനെ. പിന്നെ ഇന്ന് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചാണ്. ഞാൻ ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടായി, നമ്മുടെ എൻവയോൺമെന്റ് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്. എൻവയോൺമെന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫോൺ മാക്സിമം കിടന്നുറങ്ങുകയാണെങ്കിൽ മാക്സിമം ദൂരത്തേക്ക് വെക്കും, ബുക്കായിരിക്കും എടുത്ത് വയ്ക്കും. അപ്പൊ നമ്മൾ ഉറക്കം വന്നിരിക്കും, ബുക്ക് എടുത്ത് വായിക്കും, അങ്ങനെ ഉറങ്ങിപ്പോകുന്നുള്ള രീതിയിൽ. അങ്ങനെ ബുക്ക് വായന കൂട്ടാം, ഹാബിറ്റ്സ് അങ്ങനെ ബിൽഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ തന്നെയാണ് നമ്മുടെ എൻവയോൺമെന്റ് കുറച്ചും കൂടെ ക്ലീൻ ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടെ ക്ലിയർ ആവും എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇവിടെ കണ്ടു.
അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇവിടുത്തെ റൂം കുറച്ചൊന്ന് ഓർഗനൈസ് ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ഞാനൊന്ന് ക്ലീൻ ചെയ്തൊന്ന് സെറ്റ് ആക്കിയപ്പോൾ ഭയങ്കര റിലീഫായി. കാരണം അതിൽ പറയണ പ്രകാരം നമ്മുടെ ബ്രെയിന് ഇന്റേണൽ എൻവയോൺമെന്റ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കൃത്യം അറിയില്ല എന്നുള്ള രീതിയിൽ പെട്ടെന്ന് അങ്ങനെ ഒരു ഇതാണ് പുട്ട് ഫോർവേഡ് ചെയ്തത്. അപ്പം ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ആയപ്പോൾ മൈൻഡ് അത്യാവശ്യം ഒന്ന് ക്ലിയർ ആയ പോലെ എനിക്ക് തോന്നണം. അങ്ങനെ അപ്പം അങ്ങനെ കഴിഞ്ഞു. ചലഞ്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഇനിയിപ്പോൾ വൈകുന്നേരം കുറച്ച് ഓട്ടോ ഒക്കെ ഉണ്ട്. എഡിറ്റ് ചെയ്യാൻ ഇപ്പോൾ പറ്റുമെന്ന് അറിയില്ല. എഡിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേ എഡിറ്റ് ചെയ്യാൻ എനിക്ക് അധികം ടൈം വേണം. അധികം ടൈം വേണ്ടെന്നല്ല, ടൈം വേണമെന്നാലും കുഴപ്പമില്ല. ചലഞ്ച് കഴിഞ്ഞല്ലോ, പിന്നെ സമാധാനം. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കിയിട്ട് കാണാം. അപ്പോൾ ശരി.